മന്ത്രിസഭയിലെ മുതിർന്ന അംഗങ്ങളുമായി ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർണായക യോഗം. ധനമന്ത്രി നിർമ്മല സീതാരാമൻ, വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ, വളം മന്ത്രി ജെ.പി. നദ്ദ, തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാൾ, പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു എന്നിവരാണ് പങ്കെടുക്കുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും സന്നിഹിതനാണെന്ന് ചില ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യോഗത്തിന്റെ അജണ്ട വ്യക്തമല്ല. ഹോർമുസിലും ചെങ്കടലിലും പ്രതിസന്ധി കടുക്കുകയും റഷ്യൻ എണ്ണയുടെ പേരിൽ ഇന്ത്യക്കുമേൽ വീണ്ടും കനത്ത തീരുവ ചുമത്താൻ US നീക്കം നടത്തുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് യോഗം. എന്നാൽ ഇതുതന്നെയാണോ യോഗത്തിന്റെ അജണ്ടയെന്ന് വ്യക്തമല്ല. CJP പ്രതിഷേധത്തെ പോലീസ് നേരിട്ട രീതി സംബന്ധിച്ച് പാർലമെന്റിൽ പ്രതിപക്ഷവുമായി ചൂടേറിയ വാക്പോര് തുടരുന്ന പശ്ചാത്തലത്തിലുമാണ് മോദിയുടെ യോഗം. റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യ, ചൈന തുടങ്ങിയ 5 രാജ്യങ്ങൾക്കുമേൽ 100% അധിക തീരുവ ചുമത്താനുള്ള ബില്ലാണ് US പരിഗണിക്കുന്നത്. അതേസമയം ബിൽ ഇപ്പോൾ അനിവാര്യമാണെന്ന് തോന്നുന്നില്ലെന്നും അഥവാ നടപ്പാക്കിയാൽ റഷ്യയ്ക്ക് പുറമെ ഇറാനെയും ഉൾപ്പെടുത്തണമെന്നും ട്രംപ് പറഞ്ഞു. ഈ 5 രാജ്യങ്ങൾക്ക് പുറമെ ഇറാനുമായി വ്യാപാര ബന്ധമുള്ള രാജ്യങ്ങൾക്കുമേലും അധിക തീരുവ ചുമത്തണം. അതോടെ ബിൽ കൂടുതൽ ശക്തമാകുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ചൊവ്വാഴ്ച ഇന്ത്യ ഗവൺമെന്റ് സെക്രട്ടറിമാരുമായി നടന്ന 2ാമത്തെ ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിച്ച പ്രധാനമന്ത്രി പൗര കേന്ദ്രീകൃത ഭരണത്തിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ ഭരണത്തിന്റെ ഹൃദയഭാഗത്ത് തുടരണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഓരോ തീരുമാനവും നയവും സാധാരണ പൗരന്മാരുടെ താൽപര്യങ്ങളും അഭിലാഷങ്ങളും അനുസരിച്ചായിരിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇന്ത്യ ഗണ്യമായ നിക്ഷേപം നടത്തുന്നത് തുടരുമ്പോൾ തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിലും തുല്യ ഊന്നൽ നൽകണമെന്ന് പ്രധാനമന്ത്രി ഊന്നി പറഞ്ഞു. നിർണായക മേഖലകളിൽ സാങ്കേതിക സ്വാശ്രയത്വത്തിന്റെയും ആഭ്യന്തര കഴിവുകൾ വികസിപ്പിക്കുന്നതിന്റെയും പ്രാധാന്യം അദ്ദേഹം അടിവരയിട്ടു. ദേശീയ സുരക്ഷ, സാമ്പത്തിക സ്ഥിരത, പൗരന്മാരുടെ ക്ഷേമം എന്നിവയുമായി ഊർജ്ജ സുരക്ഷ അടുത്ത ബന്ധമാണുള്ളതെന്ന് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. നവീകരണം, വൈവിധ്യവൽക്കരണം, ത്വരിതപ്പെടുത്തിയ ശേഷി സൃഷ്ടി എന്നിവയിലൂടെ ഇന്ത്യ ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പരിഷ്കാരങ്ങൾ വെറുമൊരു ഫാഷൻ പദമല്ലെന്നും ഫലപ്രദമായ ഭരണത്തിന് നിരന്തരമായ ആവശ്യകതയാണെന്നും ഊന്നിപ്പറഞ്ഞ അദ്ദേഹം പ്രക്രിയകൾ, തൊഴിൽ, സംസ്കാരം, സ്ഥാപന കാര്യക്ഷമത എന്നിവയിൽ തുടർച്ചയായ മെച്ചപ്പെടുത്തലുകൾ ആവശ്യമാണെന്ന് ആവശ്യപ്പെട്ടു. ഡിജിറ്റൽ സംവിധാനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും സംരക്ഷിക്കുന്നതിന് സൈബർ സുരക്ഷയിൽ ശക്തമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ സാങ്കേതിക വിദ്യയുടെ വർദ്ധിച്ചുവരുന്ന ഉപയോഗവുമായി പൊരുത്തപ്പെടണമെന്ന് പ്രധാനമന്ത്രി തുടർന്നു പറഞ്ഞു. ഉയർന്നുവരുന്ന സൈബർ ഭീഷണികൾക്കെതിരെ നിരന്തരമായ ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. സൈബർ സുരക്ഷാ ആവാസ വ്യവസ്ഥയിൽ യുവ നവീനരും സംരംഭകരും കൂടുതൽ പങ്കാളിത്തം പുലർത്തണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. സൈബർ സുരക്ഷ ഒരു രാജ്യവ്യാപക പ്രസ്ഥാനമായി പരിഗണിക്കണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെറ്റായ വിവരങ്ങളും അടിസ്ഥാനരഹിതമായ ആശങ്കകളും നേരിടുന്നതിന് രാജ്യം പ്രധാന സംരംഭങ്ങൾ ഏറ്റെടുക്കുന്ന തന്ത്രപരമായ മേഖലകളിൽ മുൻകൈയെടുത്ത് ആശയവിനിമയം നടത്തേണ്ടതിന്റെ പ്രാധാന്യവും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. പുതിയതും ഭാവിയിലുള്ളതുമായ വ്യവസായങ്ങൾക്ക് ആവശ്യമായ കഴിവുകൾ ഉപയോഗിച്ച് തൊഴിൽ ശക്തിയെ സജ്ജമാക്കുന്നതിന് വ്യവസായവുമായി സഹകരിച്ച് പുതിയ അക്കാദമിക് കോഴ്സുകൾ വികസിപ്പിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.